മാജിക് നോവലിലേക്ക് സ്വാഗതം. ആസുരം പാർട്ട് 3. പോസ്റ്റ്. നന്ദിനിക്കുട്ടി ഒറ്റ കുതിപ്പിന് പുറത്തെത്തി. പോസ്റ്റ്മാൻ ഒരു കവർ നീട്ടി. രജിസ്റ്റേർഡ് ലെറ്റർ, ഇവിടെ ഒപ്പിട്ടേക്ക്. പോസ്റ്റ്മാൻ ചൂണ്ടിക്കാട്ടിയ സ്ഥലത്ത് അവൾ ഒപ്പിട്ടു. പിന്നെ ചുറ്റും നോക്കി. ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ? ആരുമില്ല. വിക്ടർ തന്നെ ഉപേക്ഷിച്ച മട്ടാണ്. താൻ പറഞ്ഞതെല്ലാം അയാൾ വള്ളി പുള്ളി വിടാതെ വിശ്വസിച്ചിരിക്കുന്നു. ഇപ്പോഴും വിപിൻ തനിക്ക് എഴുതുന്നുണ്ടെന്ന് അയാൾ അറിഞ്ഞാൽ? അറിയാതിരിക്കട്ടെ. അന്ന് തന്റെ അവസാനമാണ്, സുകന്യയുടെ അവസാനമാണ്. അവളെ അവർ പിച്ചി ചീന്തും. വിപിൻ പറഞ്ഞിട്ടാണ് അന്ന് താൻ അയാളുടെ കാല് പിടിച്ചത്. താലി പോലും പൊട്ടിച്ചെറിഞ്ഞത്. വിപിൻ മോഹനെ വെറുപ്പാണെന്ന് പറഞ്ഞത്. അദ്ദേഹത്തെ പറ്റി എന്ത് വിവരം ലഭിച്ചാലും അയാളെ അറിയിക്കാമെന്ന് പറഞ്ഞത്. അയാൾ വിശ്വസിച്ചു. സുകന്യയുടെ ഇളം കഴുത്തിൽ അമർന്ന അയാളുടെ വിരലുകൾ മെല്ലെ അയയെന്ന് കണ്ടു. അന്ന് ആരാണ് തന്റെ തുണയ്ക്കെത്തിയത്? ഈശ്വരനാണോ? തന്റെ നാവിൽ നിന്നിരുന്ന വാക്കുകളാണോ? അതോ സുകന്യയുടെ ഭാഗ്യമോ? നന്ദിനിക്കുട്ടി മെല്ലെ നിശ്വസിച്ചു. ഭാഗ്യം. ഈ നന്ദിനിക്കുട്ടിക്ക് അങ്ങനെയൊന്ന് വിധിച്ചിട്ടുണ്ടോ? വിക്ടറുടെ ബംഗ്ലാവിലെ ഏതോ മുറിയിൽ വെച്ച് മാറി മാറി ബലാത്സംഗം ചെയ്യപ്പെടുമ്പോൾ ഈ നന്ദിനിക്കുട്ടിയെ തുണയ്ക്കാൻ ഈശ്വരന്മാരാരും വന്നെത്തിയില്ല. അവരാരും തന്റെ നിലവിളി കേട്ടില്ല. നന്ദിനിക്കുട്ടി കവർ ചെറുതായി മടക്കി. പിന്നെ അത് ബ്ലൗസിനുള്ളിലേക്ക് ഇട്ടു. സുകന്യ ഇനിയും വന്നിട്ടില്ല. സെന്റ് തെരേസസിലാണ് അവൾ പഠിക്കുന്നത്. ഫൈനൽ BA-ക്ക്. അവൾക്കൊരു ജോലി കിട്ടിയാൽ കുറച്ചെങ്കിലും ഒരു ആശ്വാസം ലഭിക്കും. കത്തിൽ എന്താണ് വിപിൻ എഴുതിയിരിക്കുന്നത്? പതിവുള്ളത് തന്നെയാണോ? പക്ഷേ ഒരിക്കലും രജിസ്റ്റർ ചെയ്ത് അയക്കാറില്ല. കത്തിൽ അഡ്രസ്സും പേരും സംബോധനയും ഒന്നും ഉണ്ടാവില്ല. എങ്കിലും ഓരോ വാക്കിലും വിപിന്റെ ഹൃദയം തുടിക്കുന്നത് തനിക്ക് കാണാം. കത്തുകളെല്ലാം നശിപ്പിക്കുകയാണ് പതിവ്. വിപിൻ എല്ലാ കത്തിലും അത് ഓർമ്മിപ്പിക്കാറുണ്ട്. അവൾ ബാത്റൂമിൽ കയറി കഥ കടച്ചു കൊളുത്തിട്ടു. മിടിക്കുന്ന ഹൃദയത്തോടെ കത്ത് തുറന്നു. എന്റെ മാത്രമായ നന്ദിനിക്കുട്ടിക്ക് രക്ഷപ്പെട്ടെന്നാണ് കരുതിയിരുന്നത്. പക്ഷേ രക്ഷപ്പെടാനാവില്ല മോളെ. ആ ജോനാഥൻ എന്നെ തിരിച്ചറിഞ്ഞു. ഏത് നിമിഷവും വിക്ടറുടെ വാടക കൊലയാളികൾ എന്നെ അവസാനിപ്പിച്ചേക്കാം. ശരീരവും മനസ്സും ഒരുപോലെ തളർന്നു കഴിഞ്ഞു. ഇനി പിടിച്ചു നിൽക്കാനാവില്ല. വിക്ടറുടെ കണ്ണിലെ കരടായി ഇനി ഞാൻ മാത്രമേ ഉള്ളൂ ബാക്കി. ഈ നഗരത്തിലിട്ട് അവർ എന്നെ പട്ടിയെ പോലെ വെടിവെച്ച് കൊല്ലും. ഇന്നല്ലെങ്കിൽ നാളെ. ഒരുപക്ഷെ ഈ കത്ത് നിന്റെ കൈകളിൽ എത്തുന്നതിന് മുമ്പ് ജോനാഥന്റെ സന്ദേശം വിക്ടർക്ക് കിട്ടിക്കഴിഞ്ഞിരിക്കും. രാക്കമ്മയെ പറ്റി നിന്നോട് പറഞ്ഞിട്ടില്ലേ? രാമദാസിനെ മയക്കിയെടുക്കാൻ വേണ്ടി ബോംബെയിൽ നിന്ന് എത്തിയ പെണ്ണ്. അവൾ കൊല്ലപ്പെട്ട് കഴിഞ്ഞു. രാമദാസിന്റെ മരണവുമായി ബന്ധപ്പെട്ട എല്ലാ തെളിവുകളും അവസാനിപ്പിക്കുകയാണ് വിക്ടർ. രാക്കമ്മയുടെ മകൾ ഗീതു. അവൾക്കും അമ്മയുടെ ഗതി തന്നെ. ഒരു പ്രധാന കാര്യം കൂടി, ഇതിലടക്കം ചെയ്തിട്ടുള്ള കടലാസുകൾ രാമദാസിന്റെ മകന് കൈമാറണം. വിഷ്ണു എന്നോ മറ്റോ ആണ് അയാളുടെ പേര്. ഞാൻ കൊല്ലപ്പെട്ടാലും ഈ കടലാസുകൾ വിക്ടറുടെ കൈകളിൽ എത്തിക്കൂടാ. വിഷ്ണുവിനെ കാണാൻ നീ പോകരുത്. സുകന്യ അയച്ചാൽ മതി. അവളെ അവർ തിരിച്ചറിയില്ല. ഡേവിഡ് എന്ന കള്ളപ്പേരിലാണ് ഞാൻ അവിടെ കഴിയുന്നത്. മരിച്ചിട്ടില്ലെങ്കിൽ വല്ലപ്പോഴും ഇതുപോലുള്ള കത്തുകൾ നിനക്ക് കാക്കാം. സുകന്യയെ കാണാൻ കൊതിയുണ്ട്. പക്ഷേ നടക്കാത്തതൊന്നും ആശിച്ചുകൂടാ. വിഷ്ണുവിന്റെ കാര്യം അത് മറക്കരുത്. കത്ത് നശിപ്പിക്കുക. നിന്റെ മാത്രമായ നന്ദിനിക്കുട്ടി തരിച്ചു നിന്നു. രേഖകൾ, കടലാസുകൾ, തെളിവുകൾ എല്ലാം വീണ്ടും വരുന്നു. ഇതിൽ നിന്നൊരു മോചനമില്ലേ? പാവം സുകന്യ. അവളും ഇനി. പോലീസിന് പോലുമില്ലാത്ത തന്റെ ഇടമാണ് അദ്ദേഹം കാണിച്ചത്. മോളെ, ദിസ് ഈസ് എ ചലഞ്ചർ കാരിയർ. എന്റെ പേനയ്ക്കിപ്പോൾ വാൾമുനയുടെ മൂർച്ചയുണ്ട്. ഇവിടത്തെ വമ്പന്മാരുടെ മൂടുപടം ഞാൻ പിച്ചി കീന്തും. വിക്ടറുടെ കള്ളക്കളികൾ പുറത്തു കൊണ്ടുവരും. വിപിൻ, അത് അപകടമല്ലേ? ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസത്തിന്റെ ത്രില്ലിനെ പറ്റി നിനക്ക് എന്തറിയാം? ഡെയിലി ടൈംസിൽ പരസ്യം വന്നു കഴിഞ്ഞു. വിളവ് തിന്നുന്ന വേലികൾ ഞാൻ എല്ലാം കളക്ട് ചെയ്ത് കഴിഞ്ഞു. ഒരു മോറൽ സപ്പോർട്ടിന് വേണ്ടി DYSP രാമദാസും കൂടെയുണ്ട്. 1-2 ദിവസത്തിനുള്ളിൽ വിക്ടർ ഇരുമ്പഴി എണ്ണേണ്ടി വരും. അതിസാമർത്ഥനായ ഒരു പോലീസ് ഓഫീസറാണ് രാമദാസ്. സർക്കിൾ ശേഖരൻ അദ്ദേഹത്തിനും കുപ്പായമൂരി വെക്കാറായി. ഡോക്ടർ പരശുറാം, അയാളൊരു ഡോക്ടറല്ലേ? മൃഗമാണ്. പിന്നെ പ്രതാപൻ അഡ്വക്കേറ്റ് ആണത്രേ. പക്ഷേ പരസ്യം മാത്രമേ പുറത്തു വന്നുള്ളൂ. വൻ തുക കിട്ടിയപ്പോൾ പത്രാധിപർ കാലുമാറി. വീഴും പൊട്ടിത്തെറിച്ചു. അവനെയും ഞാൻ വെറുതെ വിടില്ല. ഇവിടെ വേറെയും പത്രങ്ങളുണ്ടല്ലോ. ആ രേഖകൾക്കായി അവർ അദ്ദേഹത്തെ തേടിയെത്തി. പ്രലോഭനങ്ങൾ, വാഗ്ദാനങ്ങൾ, ഭീഷണികൾ. ഒടുവിൽ
ആ രേഖകളാണ് തന്റെ ജീവിതം തകർത്തത്, അദ്ദേഹത്തെ തന്നിൽ നിന്ന് അകറ്റിയത്. ഇഞ്ചിഞ്ചായി കൊല്ലുകയായിരുന്നല്ലോ അദ്ദേഹത്തെ. അതിനിടയിൽ എപ്പോഴോ അദ്ദേഹം രക്ഷപ്പെട്ടു. പക്ഷേ അവർ തന്നെ വെറുതെ വിട്ടില്ല. അദ്ദേഹത്തിന് മാത്രം അവകാശപ്പെട്ടത് കവർന്നെടുത്തു. എന്നിട്ടും ഈ നന്ദിനിക്കുട്ടി ജീവിച്ചല്ലോ സുകന്യയ്ക്ക് വേണ്ടി. എന്നിട്ടിപ്പോൾ അവൾ തേങ്ങി. സുകന്യയ്ക്ക് വിഷ്ണുവിനെ കണ്ടെത്താൻ കഴിയുമോ? ഈ രേഖകൾ അയാൾക്ക് കൈമാറാൻ കഴിയുമോ? അതിനെവിടെങ്കിലും വെച്ച് പിടിക്കപ്പെട്ടാൽ? നന്ദിനിക്കുട്ടിയുടെ കണ്ണിൽ ഇരുട്ട് പടർന്നു കയറി. പുറത്ത് ഏതോ കാർ വന്നു നിന്നു. വെന്റിലേറ്ററിലൂടെ അവൾ പുറത്തേക്ക് പാളി നോക്കി. അവൾ നടുങ്ങി. ആ വെള്ള അംബാസിഡർ കാർ ഏതുറക്കത്തിലും താൻ തിരിച്ചറിയും. ഡോർ തുറന്നിറങ്ങുന്നത്. കത്ത് അവളുടെ കയ്യിലിരുന്ന് വിറച്ചു. ക്രച്ചസ് തറയിൽ അമരുന്ന ശബ്ദം ഒരു വെടിയുണ്ടയായി അവളുടെ കാതുകളിലേക്ക് തുളഞ്ഞു കയറി. വിക്ടർ, വിക്ടർ വരുന്നു. എന്തിന്? വർഷങ്ങൾക്ക് ശേഷം ഇതുപോലൊരു സന്ദർശനം. അവൾ നടുങ്ങി. ആ ജോനാഥൻ ബോംബെയിൽ വെച്ച് വിപിനെ കണ്ടെത്തിയ വിവരം വിക്ടർ അറിഞ്ഞു കഴിഞ്ഞു. എങ്കിലെല്ലാം തീർന്നു. നന്ദിനിക്കുട്ടി മാത്രമല്ല, സുകന്യയും ബാക്കിയുണ്ടാവില്ല. ക്രൂരതയുടെ പര്യായമായ വിക്ടറിൽ നിന്നും അനുകമ്പ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. താൻ അന്ന് പറഞ്ഞത് നുണയായിരുന്നു എന്ന് വിക്ടർ മനസ്സിലാക്കിയിരിക്കണം. വിപിൻ തനിക്ക് എഴുതാറുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞിരിക്കണം. ബോംബെയിലെ തിരക്കേറിയ തെരുവുകളിലൊന്നിൽ ഇതിനകം വിപിൻ പിടഞ്ഞു വീണ് കഴിഞ്ഞിട്ടുണ്ടാവുമോ? വിക്ടർ ക്രച്ചസ് ഉയർത്തി വാതിലിൽ തട്ടി. ആ ശബ്ദം ഒരു ഇടിമുഴക്കമായി നന്ദിനിക്കുട്ടിയെ വിറപ്പിച്ചു. അവളുടെ കൈകാലുകൾ വിറച്ചു. രക്ഷപ്പെടാൻ എന്തുണ്ട് വഴി? വിപിന്റെ കത്ത് അതെവിടെ ഒളിപ്പിക്കും? ചിന്തിച്ചു നിൽക്കാൻ നേരമില്ല. അവൾ കത്തും കവറും വായിലിട്ട് ചവച്ചു. അതിലുള്ള രേഖകൾ നാലായി മടക്കി ബ്ലൗസിനുള്ളിലേക്കിട്ടു. ബക്കറ്റിലെ വെള്ളമെടുത്ത് തലയിലേക്ക് ഒഴിച്ചു. താമസിച്ചതിനുള്ള മതിയായ കാരണമില്ലെങ്കിൽ തല തുവർത്തി തോർത്തുകൊണ്ട് പിഴിഞ്ഞു തലമുടിയിൽ കെട്ടി. കുളി കഴിഞ്ഞുള്ള വരവാണെന്ന് അയാൾ അറിയട്ടെ. നന്ദിനിക്കുട്ടി വാതിൽ തുറന്നു. വിക്ടർ അവളെ അടിമുടി ഒഴിഞ്ഞു. നന്ദിനി പതറി. ഒരു നിമിഷം അയാളുടെ നോട്ടം അവളുടെ മാറിൽ തങ്ങി നിന്നു. അവൾ മുഖം കുനിച്ചു. ആ കടലാസുകൾ അയാളുടെ എക്സ്റേ കണ്ണുകൾ കണ്ടെത്തി കഴിഞ്ഞു. അവൾ ചൂളിപ്പോയി. ആ കഴുകൻ കണ്ണുകൾ തന്നെ കൊത്തി വലിക്കുകയാണ്. അവൾ സാരി വലിച്ചിട്ടു. വിക്ടർ ചിരിച്ചു. ഒരിക്കൽ കണ്ടതല്ലേ, ഇനി വേണ്ട. പോരാത്തതിന് നിനക്ക് പ്രായവും കൂടിപ്പോയല്ലോ. ഒരു പെണ്ണിനെ വിക്ടർക്ക് ഒരിക്കൽ മതി. അയാൾ അകത്ത് കടന്നു. പ്രതീക്ഷിച്ചില്ല അല്ലേ? അവൾ മിണ്ടിയില്ല. പ്രതീക്ഷിച്ചിരിക്കാത്തതാണല്ലോ പലതും സംഭവിക്കുന്നത്. ഈ സന്ദർശനവും അതുപോലെ കരുതിയാ മതി. നന്ദിനി പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. ചിരിക്കണ്ട, കുറേയേറെ ചിരിച്ചതല്ലേ, ഇനി കരയാനുള്ള സമയമാണ്. അവൾ അയാളെ തറച്ചു നോക്കി. എന്നും കുളിക്കണം, പക്ഷേ ഇത്ര നീണ്ട കുളി പാടില്ല. തലയിൽ മാത്രം വെള്ളം കോരി ഒഴിച്ചാൽ പനി പിടിക്കും. തല തുവർത്തിക്കോളൂ നന്ദിനിക്കുട്ടി. ശബ്ദം നഷ്ടപ്പെട്ട് അവൾ നിശ്ചലം നിന്നു. വിപിൻ മോഹൻ ഇപ്പോൾ എവിടെയുണ്ട്? ചോദ്യം പെട്ടെന്നായിരുന്നു. നന്ദിനി മിണ്ടിയില്ല. അവൻ നിനക്ക് എഴുതാറുണ്ടല്ലേ? അവൾ അനങ്ങിയില്ല. താലിമാല മാത്രമേ നീ പൊട്ടിച്ചെറിഞ്ഞുള്ളൂ. വിപിൻ ഇപ്പോഴും മനസ്സിലുണ്ടല്ലേ? നന്ദിനി വിറച്ചു. വിക്ടർ പുഞ്ചിരിച്ചു. അല്ല, നിന്റെ മോളെവിടെ? കണ്ടില്ലല്ലോ. അന്ന് എന്റെ കയ്യിൽ കിടന്നു പെടഞ്ഞ ആ സുന്ദരിക്കുട്ടി, എന്താണ് അവളുടെ പേര്? മറന്നുപോയല്ലോ. നന്ദിനിക്കുട്ടി, എല്ലാം മറന്നിരുന്നതാണ് ഞാൻ. പക്ഷേ ഓർക്കേണ്ടി വന്നു. വിക്ടർ ഒരിക്കലും ഒരു പെണ്ണിനെ ഓർത്തിട്ടില്ല. പക്ഷേ നന്ദിനിക്കുട്ടി മെല്ലെ ചുവരിലേക്ക് ചാരി. വിപിൻ എവിടെയുണ്ടെന്ന് നിനക്കറിയാമെന്ന് ഇപ്പോഴെനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ നിന്റെ മോളെ ഓർത്തത്. നന്ദിനിക്കുട്ടി തകർന്നു നിന്നു. എനിക്ക് അവളെ വേണ്ട, പക്ഷേ അവളെ ആവശ്യമുള്ളയാൾ ഇപ്പോഴെത്തും. അതുകൊണ്ട് വിക്ടർ നിർത്തി. നിനക്ക് ചിന്തിക്കാൻ സമയം വേണം, അതും എനിക്കറിയാം. നിന്റെ മുമ്പിൽ 2 ചോയ്സ് ഉണ്ട്, വിപിൻ പിന്നെ നിന്റെ മോൾ. ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. പക്ഷേ ഒരു കാര്യമുണ്ട്, അന്ന് നീ ജീവിച്ചു. പക്ഷേ നിന്റെ മകൾക്ക് അതിന് കഴിയുമെന്ന് തോന്നുന്നില്ല. ആവശ്യക്കാർ ഒരുപാടുണ്ട്. കാലുകളില്ലാത്ത ഈ പാവം വിക്ടർ മാത്രമേ മാറി നിൽക്കൂ. നിന്റെ മകൾ എന്റെയും മകളാണല്ലോ നന്ദിനിക്കുട്ടി. അയാൾ പുറത്തു കടന്നു. കാറിനടുത്തേക്ക് ആയാസപ്പെട്ട് നീങ്ങി. നിനക്ക് വേണ്ടിയാണ് ഞാൻ എന്റെ കാലുകൾ ഉപേക്ഷിച്ചത്. എനിക്കത് മറക്കാനാവുമോ? അയാൾ ഡോർ തുറന്നു. നന്ദിനിക്കുട്ടി എന്നിട്ടും അനങ്ങിയില്ല. നിന്റെ സഹായമില്ലെങ്കിലും ഞങ്ങൾ അവനെ വലയിലാക്കും. എന്നിട്ട് അവന്റെ 2 കാലുകളും വേദനിപ്പിക്കാതെ മുറിച്ചെടുക്കും. അല്പം വൈകിപ്പോയി, എന്നാൽ സാരമില്ല, വരട്ടെ. നന്ദിനിക്കുട്ടി ഞെട്ടലോടെ കണ്ടു. സുകന്യ വരുന്നു. ഈശ്വര, ഇയാൾ അവളെ കാണുമല്ലോ. അവൾ നടന്നടുത്ത് വരുന്നത് നന്ദിനിക്കുട്ടി ഉൾക്കിടലത്തോടെ നോക്കി നിന്നു. സുകന്യ നിന്നു. ആരാണ് കാറിൽ നിന്ന് വന്നത്?
അവൾ ശ്രദ്ധിച്ചു. വിക്ടർ സുകന്യയെ കണ്ണുകൾ കൊണ്ട് അടിമുടി ഒഴിയുകയായിരുന്നു. നന്ദിനിക്കുട്ടി അപ്പോഴും അനങ്ങിയില്ല. വിക്ടർ മൃദുവായി തിരക്കി, എന്താ മോളെ നിന്റെ പേര്? സുകന്യ, അവൾ പറഞ്ഞു. നല്ല പേര്. നിന്റെ ഒരു സുഹൃത്താണ് ഞാൻ. എല്ലാം അമ്മയ്ക്കറിയാം. ഇത്ര നാൾ മറച്ചു വെച്ചതെല്ലാം ഇനി പറഞ്ഞു തരാതിരിക്കില്ല. ഈ ക്രച്ചസും പൊയ്ക്കാലും നിന്റെ അച്ഛൻ സമ്മാനിച്ചതാ. പക്ഷേ തിരിച്ചൊന്നും കൊടുക്കാനായില്ല. അയാൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ അയാൾക്ക് കൊടുക്കാൻ പോകുന്നത് മനോഹരമായൊരു ശവപ്പെട്ടിയാണ്. വിക്ടർ ചിരിച്ചു. സംശയിക്കണ്ട, നിന്റെ അച്ഛൻ ജീവനോടെ ഉണ്ട്. പക്ഷേ ചാവാൻ പോകുന്ന ആളെ തിരക്കി അറിഞ്ഞു ഇനി അച്ഛനെന്ന് വിളിക്കുന്നതിൽ അർത്ഥമില്ല. അയാളുടെ നിമിഷങ്ങൾ എണ്ണപ്പെട്ട് കഴിഞ്ഞു കുട്ടി. വിക്ടർ കാറിനടുത്തേക്ക് നീങ്ങി. പിന്നെ മെല്ലെ തിരിഞ്ഞ് അവളെ നോക്കി. ഇത്രയും സുന്ദരിയാണ് നീ എന്ന് കരുതിയില്ല. റിച്ചാർഡിന് ഊണ് മാത്രമേ കരുതിയിരുന്നുള്ളൂ. ഒരു നല്ല സദ്യനെ കൊടുക്കാമല്ലോ. പോട്ടെ മോളെ. വിക്ടറുടെ ഓരോ വാക്കും ഓരോ കൂരമ്പായി നന്ദിനി കേട്ടു. അവളുടെ ഹൃദയത്തിൽ രക്തം കിനിഞ്ഞു. സുകന്യ നടന്നടുത്തു വന്നു. അമ്മയെ തറച്ചു നോക്കി. വിക്ടറുടെ കാർ അകന്നു പോകുന്നത് നന്ദിനി ഉൾക്കിടിലത്തോടെ കണ്ടു. സുകന്യ ചോദിച്ചു, എന്റെ അച്ഛൻ എവിടെയാണ്? നന്ദിനി മിണ്ടിയില്ല. എന്തിനാണ് ആ രഹസ്യം എന്നിൽ നിന്ന് മറച്ചു വെച്ചത്? നന്ദിനി മുഖം താഴ്ത്തി. അച്ഛനില്ലാത്ത കുഞ്ഞായി എന്തിനാണ് എന്നെ വളർത്തിയത്? നന്ദിനി മുഖമുയർത്തി. നിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി, നിന്റെ അച്ഛൻ മരിക്കാതിരിക്കാൻ വേണ്ടി. സുകന്യ ഒന്നും മനസ്സിലാകാതെ അമ്മയെ തുറച്ചു നോക്കി. എവിടെ വന്നയാൾ? അതൊരു വിഷപ്പാമ്പാണ് മോളെ. നിന്റെ അച്ഛൻ ചതച്ചു വിട്ട വിഷപ്പാമ്പ്. കൊടിയ വിഷം മുഴുവൻ ഉള്ളിൽ ഒരുക്കി കൂട്ടി അയാൾ നിന്റെ അച്ഛനെ കാത്തിരിക്കുന്നു ഏതു നിമിഷവും. നന്ദിനി നിർത്തി. അച്ഛൻ എവിടെ ഉണ്ടിപ്പോൾ? സ്വപ്നത്തിൽ എന്ന പോലെ സുകന്യ തിരക്കി. ബോംബെയിൽ ഡേവിഡ് എന്ന കള്ളപ്പേരിൽ. പക്ഷേ അദ്ദേഹത്തെ അവർ കണ്ടെത്തി കഴിഞ്ഞു. ഒരുപാട് പറയാനുണ്ട് മോളെ, പക്ഷെ ഇപ്പോഴല്ല. അമ്മ ജീവിച്ചിരിക്കുന്നെങ്കിൽ പിന്നൊരിക്കൽ. നന്ദിനി ബ്ലൗസിനുള്ളിൽ നിന്ന് കടലാസുകൾ പുറത്തെടുത്തു. ഇത് വിഷ്ണു എന്നൊരാളെ ഏൽപ്പിക്കാനുള്ളതാണ്. അച്ഛൻ അയച്ചു തന്നത്. വിഷ്ണു? സുകന്യ മന്ത്രിച്ചു. ഡിവൈഎസ്പി രാമദാസിന്റെ മകൻ. രാമദാസ് കൊല്ലപ്പെട്ടു. അയാളുടെ വീട് ഈ സിറ്റിയിൽ തന്നെയാണ്. നീ കണ്ടുപിടിക്കണം. സുകന്യ മെല്ലെ വീണ്ടും പറഞ്ഞു. വിഷ്ണു? വിഷ്ണുവേട്ടൻ? നന്ദിനി അവളെ നോക്കി. നീ അറിയുമോ അയാളെ? അറിയും. എന്റെ കൂട്ടുകാരിയുടെ ചേട്ടനാണ്. ഒരപകടത്തിൽ പരിക്കേറ്റ് ഇപ്പോൾ ആശുപത്രിയിലാണ്. എങ്കിൽ അങ്ങോട്ട് തന്നെ പൊയ്ക്കോ മോളെ. ഈ കടലാസുകൾ ഇവിടെ ഉണ്ടാകാൻ പാടില്ല. അവർ ഏതു നിമിഷവും ഇങ്ങോട്ട് വരാം. അവർ? ആ മനുഷ്യൻ ഒരു റിച്ചാർഡിന്റെ പേര് പറയുന്ന കേട്ടില്ലേ? എന്തിനാണമ്മേ അവർ അച്ഛനെ കൊല്ലാൻ ശ്രമിക്കുന്നത്? അതൊരു വലിയ കഥയാണ് മോളെ. നിന്റെ അച്ഛൻ ഡെയിലി ടൈംസിലെ പ്രശസ്തനായ റിപ്പോർട്ടറായിരുന്നു. അഴിമതിക്കെതിരെ അദ്ദേഹം പേന ചലിപ്പിച്ചു. വമ്പന്മാരുടെ മൂടുപടം ചീന്തിയെറിഞ്ഞു. ഇവിടെ വന്ന ആ ദുഷ്ടന്റെ കള്ളക്കളിയെല്ലാം പുറത്തു കൊണ്ടുവരാൻ ശ്രമിച്ചു. അവരെല്ലാം ചേർന്ന് അദ്ദേഹത്തെ തല്ലി ചതച്ചു. നിന്റെ അമ്മയെ വെട്ടിമുറിച്ചു. ഒടുവിൽ നിൽക്കള്ളിയില്ലാതെ വന്നപ്പോൾ ഓടി ഒളിച്ചു. അദ്ദേഹം മരിച്ചുപോയെന്ന് ഞാൻ അയാളെ അവിശ്വസിപ്പിച്ചു. പക്ഷെ ഇപ്പോൾ അയാൾക്കെല്ലാം അറിയാം. ഈ നീണ്ട കാലം അത്രയും പകയുടെ കനലുകൾ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ച് അയാൾ കാത്തിരിക്കുകയായിരുന്നു. ചെല്ലുമോളെ. ഒരുപക്ഷെ ആ വിഷ്ണുവിന് ആവശ്യമുള്ള രേഖകളായിരിക്കും അത്. അപ്പോൾ ഡിവൈഎസ്പി രാമദാസിനെ കൊന്നത് ഇവിടെ വന്ന മനുഷ്യനാണോ? അറിയില്ല. പക്ഷേ ഒന്നുറപ്പുണ്ട്, അയാൾക്കും അതിൽ പങ്കുണ്ട്. പണം കൊടുത്ത് അയാൾ നിയമം വിലയ്ക്ക് വാങ്ങി. ഞാൻ ഇതെല്ലാം വിഷ്ണുവേട്ടനോട് പറയട്ടെ? വേണ്ട മോളെ. അവർ അദ്ദേഹത്തെയും വെറുതെ വിടില്ല. വിക്ടർ ലീനസ് എന്ന ഈ മനുഷ്യനെതിരെ ആർക്കും ചെറുവിരൽ പോലും അനക്കാനാവില്ല. സുകന്യ കടലാസ് വാങ്ങി. കുറെ വരകളല്ലാതെ അതിൽ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. അവൾക്കൊന്നും മനസ്സിലായില്ല. അവൾ ഹാൻഡ് ബാഗ് തുറന്നു ആ കടലാസുകൾ അതിനുള്ളിൽ വെച്ചു. ഞാൻ ഇപ്പോൾ തന്നെ പോകുകയാണമ്മേ. സൂക്ഷിക്കണം മോളെ. എന്നെ അവർ വെറുതെ വിട്ടെന്ന് വരും. പക്ഷെ നിന്നെ. സുകന്യ മെല്ലെ നടന്നു നീങ്ങി. നന്ദിനി ചുറ്റും കണ്ണോടിച്ചു. ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ? വിക്ടർ പോയി കഴിഞ്ഞല്ലോ. സുകന്യെ അയാൾ മാത്രമേ തിരിച്ചറിഞ്ഞിട്ടുള്ളൂ. ആ നിലയ്ക്ക് ഭയപ്പെടാനൊന്നുമില്ല. സുകന്യ നടന്നു നീങ്ങി. വളരെ ശ്രദ്ധയോടെയാണ് അവൾ ഓരോ ചുവടും വെച്ചത്. റോഡിലെത്തിയപ്പോൾ അവൾ തിരിഞ്ഞു നോക്കി. അമ്മ അവിടെ തന്നെ നിൽക്കുകയാണ്. നടന്നു നീങ്ങുന്നതിനിടയിൽ റോഡരികിൽ പാർക്ക് ചെയ്തിരുന്ന ചുവന്ന മാരുതി കാർ സുകന്യ കണ്ടില്ല. ഭാരതപ്പുഴയിലെ പഞ്ചാര മണൽ വാരി മുകളിലേക്ക് എറിഞ്ഞുകൊണ്ട് സുസ്മിത പറഞ്ഞു, പാർത്തേട്ടന് എല്ലാം തമാശയാണ്. നോക്കൂ, വിഭുവേട്ടൻ ജയ്പൂരിൽ നിന്ന് വരുന്നുണ്ട്. എന്നെ സ്വന്തമാക്കാനാ വരുന്നത്. പാർത്ഥൻ അവളെ തറച്ചു നോക്കി. പെട്ടെന്ന് അയാൾ അവളെ കെട്ടിപ്പിടിച്ചു. സുസ്മിത കുതറി. ആരെങ്കിലും കാണൂ, വിടൂ. ആരും കാണില്ല, ഈ മണൽത്തരികളല്ലാതെ. അയാൾ അവളെ
മണലിലേക്ക് മറിച്ചിട്ടു. പിന്നെ കുനിഞ്ഞ് അവളുടെ ചുണ്ടിൽ ഉമ്മ വെച്ചു. യുദ്ധമെങ്കിൽ യുദ്ധം, ഞാൻ നിന്നെ ആർക്കും വിട്ടുകൊടുക്കില്ല മോളെ. സുസ്മിത പിടഞ്ഞെഴുന്നേറ്റു. ഇന്ന് ക്ലാസ് ഉണ്ട് എനിക്ക്. പാർത്തേട്ടൻ ബാങ്കിൽ പോകുന്നില്ലേ? പോണം. ആട്ടെ, ജിപ്സിയിലൊരു പ്ലഷർ ടിപ്പ് വേണമെന്ന് തോന്നുന്നുണ്ടോ? അച്ഛൻ എന്റെ കഥ കഴിക്കും. എല്ലാം തുറന്ന് പറഞ്ഞിട്ട് മതി ഉല്ലാസയാത്രയൊക്കെ. കോളേജിൽ നിന്നെ ഡ്രോപ്പ് ചെയ്യാമെന്ന് കരുതി പറഞ്ഞു പോയതാണേ. എല്ലാം തിരിച്ചെടുത്തു. സുസ്മിത ഗൗരവത്തോടെ പറഞ്ഞു. ക്ഷമിച്ചിരിക്കുന്നു. വൈകുന്നേരം കാണുമോ വീട്ടിൽ? അതോ വാതിലൊക്കെ തുറന്നിട്ടുകൊണ്ട് മറ്റവളെ കാണാൻ പോകുമോ? നീ സമ്മതിച്ചാൽ. പാർത്ഥൻ ചിരിച്ചു. സുസ്മിത ദേഷ്യത്തോടെ അയാളെ മണലിലേക്ക് മറിച്ചിട്ടു. അവൾ നടന്നു നീങ്ങുന്നു നോക്കി പാർത്ഥൻ പുഞ്ചിരിച്ചു. താൻ ഇന്നലെ എവിടെ പോയിരുന്നെന്നാ അവൾ പറഞ്ഞത്? മുറിയിൽ തന്നെ ഉണ്ടായിരുന്നല്ലോ. ഒരിളം കാറ്റ് അയാളെ തഴുകാനെത്തി. പാർത്ഥൻ കണ്ണുകളടച്ചു. ഇളം കാറ്റിന് ശക്തി കൂടി. മണൽ തരികൾ മുകളിലേക്കുയർന്നു. പാർത്ഥന്റെ തലയ്ക്കുള്ളിൽ 1000 വണ്ടുകൾ മൂളി. ചെവിയിൽ വീണ്ടും അജ്ഞാത നഗരത്തിന്റെ ശബ്ദം. ഒറ്റപ്പെട്ട ഒരു മാരുതി കാറിന്റെ ശബ്ദം. ആ കാർ മുന്നിൽ തെളിയുന്നു. ചുവന്ന മാരുതി കാർ. അതിനുള്ളിൽ പാർത്ഥൻ പിടഞ്ഞെണീറ്റു. അയാൾ ബംഗ്ലാവിന് നേരെ ഓടി. ചെവിക്കരികിൽ ആരോ മന്ത്രിച്ചു. പോകാം, സമയമായി. അയാൾ ജിപ്സിയിലേക്ക് വീണു. സ്വിച്ച് കീ തിരിഞ്ഞു. ജിപ്സി നീങ്ങി. പാർത്ഥന്റെ കാൽ ആക്സിലേറ്ററിൽ ആഞ്ഞമർന്നു. മുന്നിൽ ആ ചുവന്ന മാരുതി. സുകന്യ ബസ്സിൽ നിന്നിറങ്ങി. ദൂരെ ഹോസ്പിറ്റലിന്റെ ബോർഡ് കണ്ടു. വിഷ്ണുവേട്ടൻ ഏത് മുറിയിലാണാവോ? അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയും അവിടെ ഉണ്ടാകുമോ? ചോദിച്ചാൽ എന്തു പറയും? അവൾ ഗേറ്റിനടുത്തേക്ക് നടന്നു. ഹോസ്പിറ്റലിന് മുന്നിൽ ഭാരതി ബ്രേക്ക് ഇട്ട് നിന്നു. അതിൽ നിന്ന് ഏലിയാസ് പുറത്തിറങ്ങി. അയാൾ മെല്ലെ ചിരിച്ചു. ഓ, അപ്പോൾ വിഷ്ണുവിനെ കാണാനുള്ള പുറപ്പാടാണ്. എന്ത് സന്ദേശമാണ് അവൾക്ക് കൈമാറാനുള്ളത്? അയാൾ സുകന്യയെ പിന്തുടർന്നു. പടികൾ കയറി അവൾ മുകളിലെത്തി. വിഷ്ണുവേട്ടൻ എവിടാണാവോ? കാഷ്വാലിറ്റിയിൽ തിരക്കിട്ട് പോകാം. അവൾ വാനിറ്റി ബാഗ് തുറന്നു. കടലാസുകൾ പുറത്തെടുത്തു. ഏലിയാസിന്റെ കണ്ണുകൾ തിളങ്ങി. നന്ദിനിക്കുട്ടി കൊടുത്തയച്ച സന്ദേശമാവാം. അത് വിപിൻ അയച്ച കത്ത് തന്നെ ആയിക്കൂടുന്നില്ല. അവൾ വിഷ്ണുവിനെ കാണരുത്. ആ കടലാസുകൾ കൈമാറരുത്. ഏലിയാസ് തയ്യാറെടുത്തു. ഒറ്റ കുതിപ്പിന് അവളെ കടന്നു പിടിച്ചു. അവളുടെ വായ് ബലമായി അമർത്തി. സുകന്യ കുതറിപ്പെടഞ്ഞു. ഉറക്കെ അലറി വിളിക്കാൻ ശ്രമിച്ചു. ശബ്ദം തൊണ്ടയിൽ തടഞ്ഞു നിന്നു. അയാൾ അവളെ പൊക്കിയെടുത്ത് പടികളിറങ്ങി. രംഗം കണ്ട് ഓടിയെത്തിയ സിസ്റ്റേഴ്സ് ഓടിയെടുത്തു. പോക്കറ്റിൽ നിന്ന് റിവോൾവർ വലിച്ചെടുത്ത് ഏലിയാസ് അലറി. അടുക്കരുത്, ചുട്ടുകളയും. ആരും അനങ്ങിയില്ല. എല്ലാരും നിശ്ചലരായി നിന്നു. അവർക്കിടയിലൂടെ സുകന്യയും തോളിലെടുത്ത് ഏലിയാസ് നീങ്ങി. സുകന്യ അലറി വിളിച്ചു. ആശുപത്രിയിൽ നല്ലൊരാൾക്കൂട്ടമുണ്ടായിരുന്നു. പക്ഷേ അവരാരും ഏലിയാസിനെ നേരിടാൻ ശ്രമിച്ചില്ല. ഹോസ്പിറ്റലിന് മുന്നിലെത്തി ഏലിയാസ് മാരുതിയുടെ നേരെ തിരിഞ്ഞു. ആശുപത്രിയിലെ വാച്ച്മാൻ കുതിച്ചെത്തി. സുകന്യ അലറി വിളിച്ചു. രക്ഷിക്കണേ, രക്ഷിക്കണേ. വാച്ച്മാൻ ഏലിയാസിനെ തടഞ്ഞു. ഏലിയാസിന്റെ റിവോൾവർ ഗർജിച്ചു. വാച്ച്മാൻ പെടഞ്ഞു വീണു. അയാളുടെ ചോര റോഡിലേക്ക് പരന്നു. എല്ലാത്തിനും മൂകസാക്ഷിയായി ജനം നിന്നു. അവർക്ക് ആർക്കും അടുക്കാൻ കഴിഞ്ഞില്ല. വാച്ച്മാൻ പെടഞ്ഞു വീണത് കണ്ടപ്പോൾ അവരുടെ ശേഷിച്ച ധൈര്യവും അസ്തമിച്ചു. ഡോർ തുറന്ന് ഏലിയാസ് സുകന്യയെ കാറിനകത്തേക്കിട്ടു. കാർ അലറി കുതിച്ചു പാഞ്ഞു. ചീഫ് ഡോക്ടർ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു. ആശുപത്രിയിൽ നടന്ന സംഭവങ്ങളൊന്നും വിഷ്ണു അറിഞ്ഞില്ല. ഇന്റൻസീവ് കെയറിനുള്ളിൽ സുകന്യയുടെ നിലവിളി കടന്നു ചെന്നതേയില്ല. നിമിഷങ്ങൾക്കകം പോലീസ് എത്തി. പക്ഷേ ആരും ഒന്നും പറയാൻ കൂട്ടാക്കിയില്ല. സബ് ഇൻസ്പെക്ടർ പൊട്ടിത്തെറിച്ചു. ആശുപത്രിയിൽ അതിക്രമിച്ചു കടന്ന് ഒരു യുവതിയെ പിടിച്ചുകൊണ്ടു പോവുക, അതും പട്ടാപ്പകൽ. ആരാണവൾ? ഈ ഹോസ്പിറ്റലിലെ പേഷ്യന്റ് ആണോ? ആരും ഒന്നും പറഞ്ഞില്ല. ആ കാറിന്റെ നമ്പർ ആരെങ്കിലും നോട്ട് ചെയ്തിരുന്നോ? ആർക്കും ഒന്നും പറയാനുണ്ടായിരുന്നില്ല. അറ്റ്ലീസ്റ്റ് ആ കാറിന്റെ നിറമെങ്കിലും. മാരുതിയാണോ അംബാസഡർ ആണോ? സബ് ഇൻസ്പെക്ടർക്ക് കലി കയറി. അയാൾ ഇവിടെ നിന്ന് പോയിട്ട് എത്ര നേരമായി? ആരും ഒന്നും പറയുന്നില്ലെന്ന് കണ്ടപ്പോൾ ഇൻസ്പെക്ടർ എഴുന്നേറ്റു. ആർക്കും പരാതിയില്ലേ, പിന്നെ ഞങ്ങൾ ഇറങ്ങുന്നു. ആ പെൺകുട്ടിയുടെ ബന്ധുക്കൾ ആരെങ്കിലും ഇവിടെ ഉണ്ടോ? അപ്പോഴും ആരും മിണ്ടിയില്ല. ഞങ്ങളെ വിളിച്ചു വരുത്തിയത് എന്തിനാണെന്നെങ്കിലും ആരെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി. ഡോക്ടർ മെല്ലെ മന്ത്രിച്ചു. ഐ ആം സോറി ഇൻസ്പെക്ടർ. എല്ലാം കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. അവനെക്കുറിച്ച് എന്തെങ്കിലും ഒരു അറിവുമെങ്കിലും ഉണ്ടെങ്കിൽ ആരും പറയുമെന്ന് തോന്നില്ല. ഹി വാസ് വെരി ഡേഞ്ചറസ്. ഞങ്ങളുടെ വാച്ച്മാനെ അവൻ കൊന്നു. കണ്ടതൊന്നും പറയാൻ ആരും തയ്യാറായില്ല. ഇൻസ്പെക്ടർ വാച്ച്മാന്റെ ബോഡി കിടന്ന സ്ഥലത്തേക്ക് നടന്നു. മാരുതി ചീറിപ്പായുകയായിരുന്നു. സീറ്റിൽ ചാരിക്കിടന്ന് സുകന്യ അലമുറയിട്ടു. ഗ്ലാസ് ഉയർത്തി വെച്ചിരിക്കുന്നത് കൊണ്ട്
അവളുടെ ശബ്ദം പുറത്താരും കേട്ടില്ല. കച്ചേരി പടിക്കലെത്തി കാർ ഇടത്തോട്ട് തിരിഞ്ഞു ചിറ്റൂർ റോഡിലൂടെ അതിവേഗം പാഞ്ഞു. ഇവളെ ഡാഡിയുടെ മുന്നിലേക്ക് വലിച്ചെറിയാം. എന്തു ചെയ്യണമെന്ന് ഡാഡി തീരുമാനിക്കട്ടെ. റോഡിലെ തിരക്ക് കുറഞ്ഞു വന്നു. ഏലിയാസ് റിയർ ഗ്ലാസ്സിലേക്ക് നോക്കി. ആരും പിന്തുടരുന്നില്ല. അല്ലെങ്കിൽ ആർക്കുണ്ട് അതിനുള്ള ധൈര്യം? വാച്ച്മാൻ കൊല്ലപ്പെട്ടത് നന്നായി. അതുകൊണ്ട് പോലീസിനോട് ആരും ഒന്നും പറയാനിടയില്ല. പട്ടാപ്പകൽ ആൾക്കൂട്ടത്തിനിടയിൽ വെച്ചൊരു ഓപ്പറേഷൻ. ഏലിയാസിന്റെ കഴിവ് ഇന്ന് ഡാഡിക്ക് അംഗീകരിക്കേണ്ടി വരും. അയാൾ കാറിന്റെ വേഗത കുറച്ചു. റിയർ ഗ്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി നോക്കി. പിന്നാലെ ഒരു ജിപ്സി വരുന്നുണ്ട്. പിന്തുടർന്ന് വരുന്നതാണോ? അറിയാൻ വഴിയുണ്ട്. ഏലിയാസ് കാർ റോഡിന്റെ ഓരം ചേർത്ത് നിർത്തി. ജിപ്സി കടന്നു പോട്ടെ. സുകന്യ അപ്പോഴും കരയുകയായിരുന്നു. അയാൾ തിരിഞ്ഞു നോക്കി. അവൾ ഡോർ തുറന്ന് പുറത്തു ചാടി. ഏലിയാസ് അവളുടെ കയ്യിൽ ബലമായി അമർത്തിപ്പിടിച്ചു. ജിപ്സി കുതിച്ചു പാഞ്ഞു വന്ന് മാരുതിയുടെ മുന്നിൽ കടന്നു നിന്നു. ജിപ്സിയുടെ ഡോർ തുറന്ന് ഒരു അപരിചിതൻ പുറത്തിറങ്ങുന്നത് ഏലിയാസ് നടുക്കത്തോടെ കണ്ടു. അയാളുടെ കയ്യിൽ ഒരു റിവോൾവർ. അപരിചിതൻ മുന്നോട്ട് നടന്നു വന്നു. കൈകൊണ്ട് മാരുതിയുടെ ഫ്രണ്ട് ഗ്ലാസ്സിൽ ആഞ്ഞടിച്ചു. ചില്ലുകൾ ചിതറിത്തെറിച്ചു. അതിനുള്ളിൽ നിന്ന് അയാൾ ഏലിയാസിനെ വലിച്ചു പുറത്തിട്ടു. അപരിചിതന്റെ കൈകൾക്ക് ഇരുമ്പിന്റെ കരുത്തുണ്ടായിരുന്നു. ഏലിയാസ് ചാടി പിടഞ്ഞെഴുന്നേറ്റു. അയാൾ കാലുയർത്തി അപരിചിതന്റെ കയ്യിൽ തൊഴിച്ചു. റിവോൾവർ തെറിച്ചു. അപരിചിതൻ ഏലിയാസിനെ വട്ടം പിടിച്ചു. ഏലിയാസ് മുട്ടുമടക്കി അയാളുടെ നാഫിക്ക് തൊഴിച്ചു. അയാൾ മുന്നോട്ട് കുനിഞ്ഞു. ഏലിയാസ് റിവോൾവർ എടുക്കാൻ കുനിഞ്ഞു. അയാൾ കൈ ചുരുട്ടി ഏലിയാസിന്റെ പുറത്തിടിച്ചു. ഏലിയാസ് തല്ലി അലച്ചു വീണു. അയാൾ ഏലിയാസിനെ പൊക്കിയെടുത്ത് ജിപ്സിയുടെ ബോണറ്റിൽ ചേർത്തിടിച്ചു. ഏലിയാസിന്റെ വായിൽ നിന്നും കുടുകുട ചോര ഒഴുകി. അയാൾ ഏലിയാസിനെ പൊക്കിയെടുത്ത് മാരുതിയിലേക്ക് എറിഞ്ഞു. ഗ്ലാസിലൂടെ ഏലിയാസ് കാറിനകത്തേക്ക് വീണു. അയാൾ റിവോൾവർ കുനിഞ്ഞെടുത്തു. പിന്നെ ഏലിയാസിനെ ഉന്നം വെച്ചു. ഏലിയാസ് സ്റ്റിയറിംഗ് വീലിൽ അമർത്തിപ്പിടിച്ചു. ഏലിയാസിന്റെ കണ്ണുകൾ ഭയം കൊണ്ട് ഉരുണ്ടു. അപരിചിതൻ നടന്നു വരുന്നു. പൊട്ടിയ ഗ്ലാസിനുള്ളിലൂടെ റിവോൾവർ ഏലിയാസിന്റെ നെറ്റിയിൽ ചേർത്ത് വെച്ചു. ഏലിയാസ് അലറി വിളിച്ചു, നോ! റിവോൾവർ ശബ്ദിച്ചു. ഏലിയാസിന്റെ കിടിലം കൊള്ളിക്കുന്ന നിലവിളി അവിടെ എങ്ങും പ്രതിധ്വനിച്ചു. കാറിനുള്ളിരുന്ന സുകന്യൻ നടുങ്ങിത്തെറിച്ചു. അവൾ ഡോർ തുറന്ന് പുറത്തേക്കോടി. അപരിചിതൻ അവളെ പിന്തുടരാൻ ശ്രമിച്ചു. അയാൾ കാറിൽ നിന്ന് അവളുടെ വാനിറ്റി ബാഗ് വലിച്ചെടുത്തു. സുകന്യ എല്ലാം മറന്ന് ഓടുകയായിരുന്നു. പിന്നിൽ ജിപ്സിയുടെ ശബ്ദം കേട്ടു. ഈശ്വര, ഇനി താനാണോ അയാളുടെ ഇര? അവൾ കിതച്ചു. ഒന്നും സംഭവിക്കാത്തതുപോലെ മാരുതി ജിപ്സി അവളെ കടന്നുപോയി. അപരിചിതനൊന്ന് തിരിഞ്ഞു നോക്കിയത് പോലുമില്ല. റോഡരികിലെ പോസ്റ്റിൽ തല ചായ്ച്ചു നിന്ന് അവൾ കിതച്ചു. നടന്നതെല്ലാം കേവലം ഒരു സ്വപ്നം മാത്രമാണോ? ആരാണയാൾ? ശത്രുവോ മിത്രമോ? വിക്ടറുടെ ബംഗ്ലാവിൽ മൂകത തളം കെട്ടി നിന്നു. ഏലിയാസിന്റെ ശവശരീരം ഹാളിൽ പുതപ്പിച്ച് കടത്തിയിരിക്കുന്നു. അവിടെ എല്ലാവരും ഉണ്ടായിരുന്നു. പ്രതാപൻ, പരശുറാം, ശേഖരൻ. പയസ് വിങ്ങിപ്പൊട്ടി. വീൽചെയറിന്റെ ചക്രങ്ങൾ തറയിൽ ഉരയുന്ന ശബ്ദം അവിടെ ഒരു പ്രതിധ്വനിയായി. വിക്ടർ വരുന്നു. എല്ലാവരും വഴിയൊഴിഞ്ഞു. ഏലിയാസിന്റെ നിശ്ചേഷ്ടമായ ശരീരത്തിന് മുന്നിൽ വീൽചെയർ നിന്നു. വിക്ടറുടെ കണ്ണുകളിൽ കനലുകൾ എരിഞ്ഞു. അത് ആളിപ്പടർന്നൊരു അഗ്നികുണ്ഡമായി. അയാളെ നേരിടാനാകാതെ ശേഖരൻ മുഖം കുനിച്ചു. വിക്ടർ മെല്ലെ മന്ത്രിച്ചു, 1000 വർഷം ജീവിക്കുന്ന വിഡ്ഢിയായ മോനെയല്ല, 5 വർഷം ജീവിക്കുന്ന ബുദ്ധിമാനായ മോനെയാണ് കർത്താവ് എനിക്ക് തന്നത്. താങ്ക്സ് ഗോഡ്. ഉറങ്ങിക്കോളൂ മോനെ. ഡാഡിക്ക് തൃപ്തിയായി. യുദ്ധഭൂമിയിൽ മരിച്ചു വീണ കരുത്തനായൊരു പോരാളിയാണ് നീ. നിന്റെ ദൗത്യം പൂർത്തിയായി കഴിഞ്ഞു. പയസ് പൊട്ടിക്കരഞ്ഞു. പയസേ! വിക്ടർ ഗർജിച്ചു. പയസ് മുഖമുയർത്തി. നോക്കടാ, ഈ വിക്ടറുടെ കണ്ണിൽ കണ്ണീരില്ല. നിന്റെ കണ്ണിൽ അതുണ്ടാവരുത്. എങ്കിലേ നീ എന്റെ മകനാവൂ. പയസ് കണ്ണു തുടച്ചു. ശേഖര! വിക്ടർ വീണ്ടും ഗർജിച്ചു. ആ ജിപ്സി പോലീസ് ഇപ്പോൾ അതിന്റെ പിറകെയാണ്. ഇന്ന് തന്നെ അയാളെ. ശേഖരൻ പതറി. നിന്റെ പോലീസ് പോയി തൊലയട്ടെ. എനിക്ക് റിച്ചാർഡിന് വേണം, as early as possible. ഒട്ടേറെ ശവങ്ങൾ ഇവിടെ വീഴാനുണ്ട്. ഏലിയാസിന്റെ ചോരയ്ക്ക് പകരം ഞാൻ ഈ നഗരം ചോര കൊണ്ട് ചോപ്പിക്കും. വിക്ടർ ആണ് പറയുന്നത്. വിക്ടർ ലീനസ്. ബോംബെയിൽ നിന്ന് തന്നെ റിച്ചാർഡ് തുടങ്ങട്ടെ. വിക്ടറുടെ മുഖത്ത് ചുവപ്പ് പടർന്നു. ബോംബെ, ധാരാവിയിലെ 190 നമ്പർ വീട്. റിച്ചാർഡ് വിസ്കി കുപ്പിയുടെ അടപ്പ് തുറന്നു. 2 ലാർജ് ഗ്ലാസ്സിലേക്ക് വീഴ്ത്തി. പിന്നെ ഗ്ലാസ്സിലുള്ളത് സോഡ ചേർക്കാതെ അങ്ങനെ തന്നെ വായിലേക്ക് കമഴ്ത്തി. ഒരു സിഗരറ്റ് എടുത്ത് ചുണ്ടിൽ വെച്ച് തീ പിടിപ്പിച്ചു. അയാൾ വർക്കിംഗ് കണ്ടീഷനിലായി.
പിന്നെ മേശവലിപ്പ് തുറന്നു ഒരു കവർ പുറത്തെടുത്തു. കവർ മേശപ്പുറത്ത് കുടഞ്ഞിട്ടു. 3 ഫോട്ടോകൾ ഉണ്ടായിരുന്ന കവറിനുള്ളിൽ കൂടെ ഒരു തുണ്ട് കടലാസും. അതിലെഴുതിയിരുന്നു, രാക്കമ്മയുടെ മകൾ. അടുത്ത 4 മണിക്കൂറിനുള്ളിൽ ഈ 4 പേരും സസന്തോഷം അങ്ങേ ലോകത്തേക്ക് പോകും. അയാൾ ഫോട്ടോയുടെ പിറകിലുള്ള പേരുകൾ ഓരോന്നായി വായിച്ചു. ജോനാഥൻ, ക്ലെമന്റ്, വില്യംസ്. രാക്കമ്മയുടെ മകളുടെ ഫോട്ടോ മാത്രമില്ല. രാക്കമ്മ കുപ്രസിദ്ധയാണ്. മകളും. കണ്ടുപിടിക്കാൻ വിഷമമുണ്ടാവില്ല. ചുവന്ന പട്ടെടുത്ത കാമാത്തിപുരത്തു നിന്നും അവളെ നിഷ്പ്രയാസം കൊത്തിയെടുക്കാവുന്നതേ ഉള്ളൂ. അയാൾ കവർ ഒന്നുകൂടി കുടഞ്ഞു. മറ്റൊരു തുണ്ട് കടലാസ് കൂടി പുറത്തു ചാടി. ഒരു ടെലിഫോൺ നമ്പറായിരുന്നു അതിനുള്ളിൽ. കേരളത്തിൽ നിന്നെത്തിയ ആ ചെറുപ്പക്കാരൻ ഈ നമ്പറിലുണ്ട്. 4 പേരും കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ വിളിക്കാനുള്ള നമ്പർ. വീണ്ടും 50,000 രൂപ കൂടി അയാൾ കൊണ്ടുവരും. പിന്നെ യാത്ര എറണാകുളത്ത് നിന്ന്. ഒട്ടേറെ പേർ മരിക്കാനുണ്ടത്രേ. അതിനെന്താ, ഈ റിച്ചാർഡിന്റെ പ്രൊഫഷൻ അല്ലേ അത്. അവിടെ ഒരു 2 ദിവസം, ഒരു തലയ്ക്ക് 50,000 വീതം. ആകെ എത്ര തലകൾ ഉണ്ടാവും? 5 പേരുടെ കണക്കാണ് അയാൾ പറഞ്ഞത്. അപ്പോൾ 2.5 ലക്ഷം. റിച്ചാർഡിന് 3 മാസത്തേക്കുള്ളതായി. അത് തീർന്നാലും സാരമില്ല. ഈ നഗരത്തിൽ തന്നെ ഒട്ടേറെ പേർ മരിക്കാനുണ്ടല്ലോ. ഓവർ ടൈം ചെയ്താലും തീരാത്തത്രയുണ്ട്. എന്താണ് ആ ചെറുപ്പക്കാരന്റെ പേര്? പയസ്. ഏതോ ഒരു വിക്ടർക്ക് വേണ്ടിയാണത്രേ കൊലകൾ. കൊല്ലുന്നതിന് മുമ്പ് വിക്ടർ എന്ന് പറയണമെന്ന് അവൻ ആവശ്യപ്പെട്ടിരുന്നു. അതുമാവാം. റിച്ചാർഡിന് ഒന്നേ വേണ്ടു, പണം. പണം മാത്രം. റിച്ചാർഡിന് ഏതാണ്ട് 40 വയസ്സ് വരും. എപ്പോഴും ചുവന്നു തൊടുത്തിരിക്കുന്ന കണ്ണുകളാണ് അയാളുടെ പ്രത്യേകത. നീളമുള്ള കൊമ്പൻ മീശ പാകത്തിൽ വെട്ടി നിർത്തിയിട്ടുണ്ട്. കറ പിടിച്ച പല്ലുകൾക്കിടയിൽ എപ്പോഴും എരിയുന്ന സിഗരറ്റ് ഉണ്ടാവും. തിരുവനന്തപുരത്തെ ചെങ്കൽച്ചൂള എന്ന ചേരിയിൽ അമ്മ റിച്ചാർഡിനെ പെറ്റിട്ടു. അപ്പൻ ആരെന്ന് അറിയാതെ അവൻ അവിടെ വളർന്നു. വാറ്റുചാരായത്തിന്റെ മണം ശ്വസിച്ച് ജീവിച്ചു. അന്ന് മറ്റെന്തോ പേരായിരുന്നു അവന്. 20-ാം വയസ്സിൽ കൊലക്കേസിൽ പ്രതിയായി. 5 കൊല്ലത്തെ തടവ് ശിക്ഷ അവനെ മാറ്റിയെടുത്തു. മനസ്സും ഹൃദയവും കരിങ്കല്ലാക്കി മാറ്റിക്കൊണ്ടാണ് അവൻ ജയിലിൽ നിന്ന് തിരിച്ചു വന്നത്. അന്ന് റിച്ചാർഡ് ജനിച്ചു. 3 പേരെ പട്ടാപ്പകൽ സെക്രട്ടേറിയറ്റിന് മുമ്പിട്ട് കുത്തിമലർത്തി. റിച്ചാർഡ് ബോംബെക്ക് വണ്ടി കയറി. ധാരാവി അവനെ സ്വീകരിച്ചു. വീടിയിൽ 5 പോലീസുമാരുടെ നേരെ റിച്ചാർഡിന്റെ റിവോൾവർ ശബ്ദിച്ചു. അതോടെ റിച്ചാർഡ് ബോംബെ പോലീസിന്റെ നോട്ടപ്പുള്ളിയായി. ധാരാവി ബോംബെ പോലീസിനെന്നും ബാലികേറാൻ മല തന്നെ. അവിടെ കിരീടം വെക്കാത്ത രാജാവായി റിച്ചാർഡ് വാഴുന്നു. വേശ്യകളിൽ നിന്നും വാറ്റ് ചാരായക്കാരിൽ നിന്നും പണം വാങ്ങുന്നു. അവരുടെ രക്ഷകനാകുന്നു. തെളിവുകൾ പോലും അവശേഷിപ്പിക്കാതെ ആരെയെങ്കിലും കൊല്ലണമെങ്കിൽ റിച്ചാർഡ് തന്നെ വേണം. അതിസമർത്ഥനായ കൊലയാളിയാണ് അയാൾ. പിടിക്കപ്പെട്ടാലും പണം കൊടുത്ത ആളുടെ പേര് അവൻ പുറത്തു പറയില്ല. പ്രൊഫഷനിലെ ഈ ആത്മാർത്ഥതയാണ് റിച്ചാർഡിനെ തിരക്കുള്ളവനാക്കുന്നത്. അയാൾ എഴുന്നേറ്റു. വിസ്കി കുപ്പിയുടെ അടപ്പ് ഒരിക്കൽ കൂടി തുറന്നു. കുപ്പി അങ്ങനെ തന്നെ വായിലേക്ക് കമിഴ്ത്തി. ആദ്യം ജോനാഥൻ തന്നെ ആവട്ടെ. ജോനാഥൻ, ഫ്ലാറ്റ് നമ്പർ B, ബാർ 76, RS റോഡ്, ദാദർ. അയാൾ ഫോട്ടോ കയ്യിലെടുത്തു. അതിലേക്ക് നോക്കി മെല്ലെ പുഞ്ചിരിച്ചു. പിന്നെ മൃദുവായി പറഞ്ഞു, ഗുഡ് ബൈ. അലമാര തുറന്ന അയാൾ കറുത്ത ഓവർകോട്ട് പുറത്തെടുത്തു. കണ്ണുകൾ പൂർണ്ണമായി മറയ്ക്കുന്ന സൺഗ്ലാസ് മുഖത്ത് ഫിറ്റ് ചെയ്തു. ഡ്രസ്സിംഗ് ടേബിളിന് മുന്നിലെത്തി ടൈം ഉറുക്കി. റിവോൾവർ കോട്ടിനുള്ളിൽ തിരികെ അയാൾ പുറത്തു കടന്നു. ഒന്ന് തൊട്ടതേ ഉള്ളൂ. ബുള്ളറ്റ് സ്റ്റാർട്ടായി. റിച്ചാർഡ് അതിവേഗം ദാദറിലേക്ക് കുതിച്ചു പാഞ്ഞു. ജോനാഥൻ തിരക്കിലായിരുന്നു. ഇന്നത്തെ സ്പീഡ് പോസ്റ്റിൽ എറണാകുളത്തേക്ക് പോകേണ്ട കണക്കുകളാണ്. ഒരു പൈസയുടെ വ്യത്യാസം വന്നാൽ പോലും വിക്ടർ സഹിക്കില്ല. ഇവിടെയുള്ള 2 ഫാക്ടറികളുടെയും 3 സ്റ്റാർ ഹോട്ടലുകളുടെയും ചുമതലയാണ് അയാൾക്ക്. വരവ് ചെലവുകൾ വിക്ടറെ അറിയിച്ചുകൊണ്ടിരിക്കണം. എവിടെയെങ്കിലും ഒന്ന് പിഴച്ചാൽ നഷ്ടപ്പെടുന്നത് ജോലി മാത്രമല്ല, ജീവൻ കൂടിയാണ്. ഒരിക്കൽ പെട്ടുപോയാൽ പിന്നെ ഇവിടെ നിന്ന് മോചനമില്ല. വിക്ടറുടെ രഹസ്യങ്ങൾ അറിയാവുന്ന ഒരാളെയും അയാൾ വെറുതെ വിടില്ല. പുറത്ത് കോളിംഗ് ബെൽ ശബ്ദിച്ചു. ജോനാഥന് കലി വന്നു. ആരാണ് ഈ നേരത്തെ തന്നെ ശല്യപ്പെടുത്താൻ വന്നിരിക്കുന്നത്? അയാൾ എഴുന്നേറ്റ് വാതിലിനടുത്തെത്തി. പീപ്പിംഗ് ഹോളിലൂടെ പുറത്തേക്ക് നോക്കി. പരിചയമുള്ള ആളല്ല. അയാൾ വാതിൽ തുറന്നു. പുറത്ത് റിച്ചാർഡ് ആയിരുന്നു. ഹലോ. റിച്ചാർഡ് ചിരിച്ചു. ജോനാഥൻ അനങ്ങിയില്ല. മിസ്റ്റർ ജോനാഥൻ അല്ലേ? അയാൾ തലയാട്ടി. തിടുക്കമൊന്നുമില്ലല്ലോ. ഞാൻ അകത്തേക്ക് വരട്ടെ? ഐ ആം സോറി, എനിക്ക് അല്പം തിരക്കുണ്ട്. പോയിട്ട് പിന്നൊരിക്കൽ വരും. റിച്ചാർഡ് വീണ്ടും ചിരിച്ചു. സോറി ഫ്രണ്ട്, അങ്ങനെ മാറ്റിവെക്കാവുന്ന കാര്യമല്ലിത്. നമുക്ക് നിങ്ങളുടെ പ്രൈവറ്റ് മുറിയിലേക്ക് പോകാം. ജോനാഥൻ റിച്ചാർഡിനെ തുറച്ചു നോക്കി. ഹു ആർ യു? അതറിഞ്ഞിട്ട് യാതൊരു പ്രയോജനമില്ല. പക്ഷേ മറ്റൊരാളുടെ പേര് ഞാൻ പറയാം. വിക്ടർ. വിക്ടർ ലീനസ്. ജോനാഥന്റെ മുഖഭാവം മാറി.
മുതലാളി അയച്ചതാണോ? എന്തുകൊണ്ട് അത് ആദ്യം പറഞ്ഞില്ല? വരൂ. അയാൾ നടന്നു. റിച്ചാർഡ് പിന്തുടർന്നു. അകത്തെത്തി ഒരു സോഫയിലേക്ക് വീണുകൊണ്ട് റിച്ചാർഡ് പറഞ്ഞു, ആ വാതിലടച്ചേക്കൂ. സൈലൻസർ ഘടിപ്പിച്ച റിവോൾവറാണ് എന്റെ പക്കലുള്ളത്. പക്ഷെ നിങ്ങളുടെ തൊണ്ടയിൽ സൈലൻസർ ഘടിപ്പിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ശബ്ദം ഫ്ലാറ്റ് വിട്ട് പുറത്തു പോകും. വാതിലടയ്ക്കാൻ മുന്നോട്ട് നീങ്ങിയ ജോനാഥൻ നടുങ്ങി നിന്നു. ഒരു നിമിഷം ഒറ്റ കുതിക്ക് അയാൾ ഫോണിനടുത്തെത്തി. റിച്ചാർഡ് അത് നോക്കി നിന്നതേ ഉള്ളൂ. റിസീവർ കയ്യിലെടുത്ത് ജോനാഥൻ ഏതോ നമ്പർ ഡയൽ ചെയ്തു. റിച്ചാർഡ് പുഞ്ചിരിച്ചു. ഐ ആം സോറി മിസ്റ്റർ ജോനാഥൻ, ലൈൻ കിട്ടാനിടയില്ല. ഞാൻ കണക്ഷൻ വേർപെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ പോലീസിനെ വിളിക്കുമെന്നുള്ള ഭയം കൊണ്ടല്ല. ആരും ഇങ്ങോട്ട് വിളിച്ച് ശല്യപ്പെടുത്താതിരിക്കാൻ. ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മറ്റു ശബ്ദങ്ങൾ കേൾക്കുന്നത് എനിക്കിഷ്ടമല്ല. നിങ്ങൾക്കോ ജോനാഥൻ? റിച്ചാർഡ് വാതിൽ ബന്ധിച്ചു. മരിക്കാൻ പോകുന്ന ആളുടെ അന്ത്യാഭിലാഷം സാധിച്ചു കൊടുക്കണമെന്നൊരു നിയമം തന്നെയുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒന്നുണ്ടോ? ടെൽ മീ ഫ്രാങ്ക്ലി. ജോനാഥന്റെ ചുണ്ടുകൾ ചലിച്ചു. എന്തിനാണ് എന്നെ കൊല്ലുന്നത്? പണത്തിനാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള പണം ഞാൻ തരാം. എന്നെ കൊല്ലരുത് പ്ലീസ്. ജീവിച്ച് കൊതി തീർന്നിട്ടില്ല എനിക്ക്. പ്ലീസ്, നിങ്ങൾ പറഞ്ഞതെല്ലാം ഞാൻ അംഗീകരിക്കുന്നു. പണം തന്റെയാണ് എന്റെ പ്രശ്നം. പക്ഷേ ഒരാൾ അതെനിക്ക് തന്നു കഴിഞ്ഞു. എന്നെ കൊല്ലാനോ? 3 പേർ കൂടി നിങ്ങളോടൊപ്പം വരുന്നുണ്ട്. അതിലൊരു സുന്ദരി കൂടെ ഉണ്ട്. നിങ്ങൾക്ക് എത്ര പണം വേണം? റിച്ചാർഡ് ചിരിച്ചു. 2.5 ലക്ഷത്തിന്റെ കോൺട്രാക്റ്റുകളാണ് ഞാൻ ഒപ്പ് ചെയ്തിരിക്കുന്നത്. അതിൽ കൂടുതൽ നിങ്ങൾ തരുമോ? ജോനാഥൻ നടുങ്ങി. 2.5 ലക്ഷം? അയാൾ വിക്കി. ആരാണ് ഞാൻ മരിച്ചു കാണാൻ ആഗ്രഹിക്കുന്നത്? എറണാകുളത്തുള്ള ഒരു വിക്ടർ. വിക്ടർ? ജോനാഥൻ നടുങ്ങി തെറിച്ചു. എന്തിനാണ് മുതലാളി എന്നെ കൊല്ലുന്നത്? എന്ത് കുറ്റം ചെയ്തിട്ട്? റിച്ചാർഡ് റിവോൾവർ പുറത്തെടുത്തു. ജോനാഥൻ ഭയം കൊണ്ട് വിറച്ചു. അയാൾ റിച്ചാർഡിന്റെ കാലുകളിലേക്ക് വീണു. ആസുരം എന്ന നോവലിന്റെ ഈ ഭാഗം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ നോവൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്യണം.